السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 42-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല റബ്ബി ഇജ്അൽ ലീ ആയതൻ ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസാ വദ്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ അശിയ്യി വൽ ഇബ്കാർ. അങ്ങനെ സക്കരിയ നബി മിഹ്റാബിൽ പ്രാർത്ഥനാലയത്തിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മലായിക്കത്തുകൾ വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പറയുന്നു, എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്? ഞാനാണ് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ ആളാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്ത വന്ധ്യയായ സ്ത്രീയാണ്. അപ്പോൾ അല്ലാഹു തആല പറയുന്നത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുമെന്ന്. അപ്പോൾ സക്കരിയ നബിക്ക് ഭയങ്കരമായ അത്ഭുതം, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ആ ത്രില്ല് ഒന്നുകൂടി അറിയാനുള്ള ആ അത്യാഗ്രഹം കൊണ്ട് അല്ലാഹു തആലയോട് സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ജല്ലി ആയത്തൻ, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇജ്അൽ നീ ആക്കേണമേ, ലീ എനിക്ക്, ആയത്തൻ ഒരു അടയാളം, ഇത് സംബന്ധമായിട്ട് നീ എനിക്കൊരു അടയാളം നൽകണേ. ഉടൻ തന്നെ ഇവിടെ ചോദ്യ ഉത്തരവും നടക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആലയുടെ അടുത്ത് വന്ധ്യവയോധികനായ സക്കരിയ നബി ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് നീ എനിക്കൊരു അടയാളം നൽകണേ എന്ന് പറഞ്ഞു. ഉടനെ അല്ലാഹു തആല മറുപടി പറയുന്നു, ഖാല ആയത്തുക, നിൻ്റെ അടയാളം, അല്ലാ തുകല്ലിമൻ നാസ, നീ സംസാരിക്കാതിരിക്കുക, സംസാരിക്കാൻ നിനക്ക് കഴിയില്ല, അന്നാസ ജനങ്ങളോട്, സലാസത്ത അയ്യാമൻ 3 ദിവസം, 3 ദിവസം നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇല്ല റംസ ആംഗ്യമല്ലാതെ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് സംസാരിച്ച് മറ്റുള്ള ആളുകളിലേക്ക് ദഅവത്ത് ചെയ്യുവാൻ 3 ദിവസം നിനക്ക് സാധിക്കില്ല. അത് ഇതിൻ്റെ ഒരു അടയാളമായിട്ട് നീ കാണുക. എന്നിട്ട് പറഞ്ഞു, വദ്കുർ റബ്ബക, വദ്കുർ നീ സ്മരിക്കുക, റബ്ബക നിൻ്റെ രക്ഷിതാവിനെ, കസീറൻ വളരെയധികം,
നിൻ്റെ രക്ഷിതാവിനെ വളരെയധികം സ്മരിച്ചു കൊണ്ടിരിക്കുക. വസബ്യഹ്, അതുപോലെ നീ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ബിൽ അഷി വല്ലിബുക്കാർ, അഷി എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ, വൽ ഇബുക്കാരി എന്ന് പറഞ്ഞാൽ രാവിലെ, പ്രഭാതത്തിൽ. അപ്പം പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിൻ്റെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് നിൻ്റെ രക്ഷിതാവിനെ അധികമധികമായി നീ സ്മരിച്ചു കൊണ്ടിരിക്കുക. വദ്കുർ റബ്ബക കസീറൻ, നിൻ്റെ രക്ഷിതാവിനെ നീ അധികമധികമായി സ്മരിച്ചു കൊണ്ടിരിക്കുക. വസബ്ബിഹ് ബിൽ അഷി വൽ ഇബ്കാർ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. നോക്കൂ എങ്ങനെയാണ് അള്ളാഹുവും അവൻ്റെ ഒരു ദാസനും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നതെന്ന്. ഇത് എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നത്? ആ അള്ളാഹു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം മാനവരാശി ഈ ഭൂമുഖത്തുള്ളിടത്തോളം നിലനിൽക്കത്തക്ക നിലയിൽ എന്തിനാണ് നൽകിയത്? മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ആ രക്ഷിതാവുണ്ട്. അവനുമായി ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വഴി തുറന്നു വയ്ക്കുകയാണ്. നമ്മളിതിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് വെറും ബാഹ്യപരതൽ കൊണ്ട് കിട്ടുന്നതിനപ്പുറത്ത് നമുക്ക് അള്ളാഹുവുമായിട്ടൊരു ബന്ധം എങ്ങനെയാണ് സക്കരിയ നബി സ്ഥാപിച്ചത്, അതുപോലെ നിങ്ങൾക്ക് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അവനെ അധികമധികമായി സ്മരിച്ചു കൊണ്ടിരിക്കുക. ഇനി ഒരു ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടപ്പോൾ, ഒരടയാളം ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് 3 ദിവസം ഇനി സംസാരിക്കാൻ പറ്റില്ല, ആംഗ്യം കൊണ്ടല്ലാതെ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ സംജാതമാകുന്നു. നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് സത്യത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയിൽ ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ മഴ വർഷിക്കുന്നുണ്ട്. ഇതെല്ലാം അവൻ്റെ ബ്ലെസ്സിങ്ങായിട്ടും വരാം, അതുപോലെ നിഗ്രഹമായിട്ടും അവരെ നശിപ്പിച്ചു കൊടുക്കുവാനുള്ള ശിക്ഷയായിട്ടും വരാം. ഒരേ വസ്തു കൊണ്ട് തന്നെ 2 രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന അള്ളാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമുക്കെന്താണോ ആവശ്യം നമ്മൾ അവനോട് ചോദിക്കുക, അവൻ പറഞ്ഞു തന്ന രീതി അനുസരിച്ച് ചോദിക്കുക. അതിലേറ്റവും മഹത്വപ്പെടുത്തിയിരിക്കുന്ന അവസാന യാമങ്ങൾ, അത് നമുക്കെന്തിനാണ് അങ്ങനെ തന്നിരിക്കുന്നത്? മനുഷ്യൻ്റെ ശാരീരിക ഇച്ഛകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ആ സമയം അവന് നല്ലതുപോലെ ഉറങ്ങുവാനും സുഖമായിട്ട് കിടക്കുവാനുമുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. അതിനപ്പുറത്ത് അവൻ്റെ രക്ഷിതാവുമായി ബന്ധപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ആത്മീയമായിട്ട് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. അവൻ പറഞ്ഞു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ വഴികളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയല്ലാതെ നമുക്ക് ആത്മീയമായിട്ട് ഉയരുവാൻ കഴിയുകയില്ല. പല ആളുകളെയും ഈ ഖുർആൻ ക്ലാസ്സിൽ കാണാറില്ലാത്തതിൻ്റെ പ്രധാന കാരണം ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും ഹസ്രത്ത് ഖലീഫത്തുള്ള പറഞ്ഞതുപോലെ ഒന്നുകിൽ അവർ ഉണരുന്നില്ല, ഈ സമയത്തെ അവർ മനസ്സിലാക്കുന്നില്ല, ഇതിൻ്റെ മഹത്വം അവരറിയുന്നില്ല. അവർക്കും അവരുടെ കുട്ടികൾക്കും അതുപോലെ അവരുടെ ഭാവി ജീവിതത്തിനും. ഇനി നമ്മൾ മുതിർന്നവർ മരണപ്പെട്ടു പോയാലും കുട്ടികൾ ഈ ഭൂമുഖത്ത് അവശേഷിക്കുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോകേണ്ട ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാണ് ഈ അമൂല്യങ്ങളായ ആത്മീയ ചൈതന്യ പ്രവർത്തനങ്ങൾ. ഇത് പ്രവർത്തിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എങ്കിൽ നമുക്കത് വളരെ കഷ്ടനഷ്ടങ്ങളായിരിക്കും. പല ആളുകളെയും ഇപ്പോഴത്തെ ഖുർആൻ ക്ലാസ്സുകളിൽ കാണുന്നില്ല. അത് കാരണമൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ സമയത്ത് അവർ ഉണരാത്തത് കൊണ്ടും ഇതിനോട് ഒരു അശ്രദ്ധ മനോഭാവം ഉള്ളതുകൊണ്ടും വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ്. പക്ഷേ അത് അവർക്ക് തന്നെ വളരെ വലിയ നഷ്ടം സംഭവിക്കുന്നതാണ്. ഈ വചനത്തെ
ഈ അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ സക്കരിയ നബി അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ഈ ഒരു സംഭാഷണത്തെയും ഈ ഒരു കാര്യത്തെയും നമുക്കും എന്ത് ചെയ്യാം? ചില ദിവസങ്ങളിൽ നമുക്കും ദൈവസ്തോത്രം കൂടുതൽ നടത്തുന്നതിനായിട്ട് ചില പ്രത്യേക ഇടം കണ്ടെത്തി അത് നിർവഹിക്കാവുന്നതാണ്. അങ്ങനെ അള്ളാഹുവുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ എന്താ വഴി? അപ്പം നമുക്ക് അള്ളാഹുവുമായി കൂടുതൽ ബന്ധപ്പെടണമെങ്കിൽ അവൻ പറഞ്ഞു തന്ന വഴികൾ സ്വീകരിക്കണം. ആ വഴികൾ നമ്മുടെ സക്കരിയ നബി അലൈഹിസ്സലാം നമുക്ക് കാട്ടിത്തരുന്നത് ഒരു പ്രത്യേക പ്രാർത്ഥനാ മണ്ഡപത്തിൽ അവർ 3 ദിവസം നീ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദൈവകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നീ അവിടെ കഴിയുക, കൂടുതലായി സ്മരിക്കുക, അങ്ങനെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുക. നമുക്കിഷ്ടപ്പെടുന്നവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇതുപോലെ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നമ്മൾ അവനു വേണ്ടി അവനോട് കൂടുതൽ സംവദിക്കുവാനുള്ള സമയവും സൗകര്യങ്ങളും കണ്ടെത്തേണ്ടതാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിൻ്റെ ചെറിയ വിശദീകരണത്തിൽ പറയുന്നു, വെൻ ദ ഗുഡ് ന്യൂസ് വാസ് ഫേംലി എച്ച്ഡ് ഇൻ ഹിസ് മൈൻഡ്. ഈ സന്തോഷ വാർത്ത സക്കരിയ നബിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞപ്പോൾ, എച്ച്ഡ് ഇൻ ഹിസ് മൈൻഡ്, അവൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ ഈ ഒരു ഉറപ്പ് സക്കരിയ നബിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ, ദെൻ സക്കരിയ ആസ്ക്ഡ് ഫ്രം അള്ളാഹുവിൽ നിന്ന് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട് എ സ്പെഷ്യൽ സൈൻ, ഒരു പ്രത്യേകമായ അടയാളം. ദിസ് ടൈം ആസ് കോൺക്രീറ്റ് കൺഫർമേഷൻ, ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടി വീണ്ടും അദ്ദേഹത്തിനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഒരു കോൺക്രീറ്റ് കൺഫർമേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, ഒരു ശക്തമായ ഒരു ഉറപ്പും അതുപോലെ ഒരു തെളിവും കിട്ടുന്നതിനായിട്ട് ഹിസ് പ്രോമിസ്, അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനത്തിന് ശക്തമായ ഒരു തെളിവും ശക്തമായ ഒരു ഉറപ്പും കിട്ടുന്നതിനായിട്ട് ഒരു അടയാളം ആവശ്യപ്പെടുന്നുണ്ട്. ടു വിച്ച് അള്ളാഹ് എഗ്രീഡ്, അള്ളാഹു താല അത് സമ്മതിച്ചതാണ്. ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് ഹിസ് സൈൻ വുഡ് ബി ദാറ്റ് ഹി വുഡ് നോട്ട് ബി ഏബിൾ ടു സ്പീക്ക് ടു എനിവൺ ഫോർ 3 days. നിങ്ങൾക്ക് 3 ദിവസം ആരോടും നിനക്ക് സംസാരിക്കാനൊക്കാത്ത ഒരു കപ്പാസിറ്റി ആയിരിക്കും നൽകുന്നത് എന്ന് പറയപ്പെട്ടു. ആൻഡ് വെൻ സച്ച് ആൻ ഒക്കറൻസ് ഷാൽ കം ടു പാസ്, അങ്ങനെ ആ സംഭവം സംഭവിച്ചു കഴിയുമ്പോൾ, he would have to address his people to make his dua preaching through signs only. ആ 3 ദിവസം അദ്ദേഹത്തിൻ്റെ ജനതയോട് ഈ ദൈവിക സന്ദേശം എത്തിക്കുന്നത് ആംഗ്യഭാഷയിലായിരിക്കും, അതല്ലാതെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. അതായിരിക്കും ആ ദൃഷ്ടാന്തം എന്ന് അല്ലാഹു തആല അറിയിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല ദൃഷ്ടാന്തങ്ങളും ഭൂമുഖത്ത് ഉണ്ടാകാം. അള്ളാഹുവുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഭൂമുഖത്ത് എന്താണോ നമുക്ക് ആവശ്യം. ഇപ്പം നമുക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലാഹ് നീ അത് നീക്കിത്തരണേ, നമുക്ക് ആവശ്യപ്പെടാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ വലിയ വരൾച്ചയാണ്, നമുക്ക് ജലം സുലഭമായി കിട്ടുന്നില്ല, നമുക്കത് അള്ളാഹുവിനോട് ആവശ്യപ്പെടാം. അതുപോലെ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് അള്ളാഹുവെ നീ എനിക്ക് സമുന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ, നമുക്ക് ആവശ്യപ്പെടാം. നമുക്ക് എന്തൊക്കെയാണോ ഇഹലോകത്ത് നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് ആവശ്യപ്പെടുവാനും അത് നമുക്ക് ചോദിക്കുവാനും വാങ്ങിക്കുവാനും ഉള്ള വലിയ വലിയ അവസരങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്. ആ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് ആ ദൃഷ്ടാന്തങ്ങൾ ഇത് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഭൗതിക ലോകത്ത് പുലരുന്നതും അദ്ദേഹത്തിൻ്റെ ഈമാൻ ശക്തി പ്രാപിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ്. ഇതുപോലെ ഇഹലോകത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഈമാനികമായ ശക്തിയും അല്ലാഹുവുമായിട്ടുള്ള ബന്ധവും സ്ഥാപിക്കുവാൻ പര്യാപ്തമാണ്. ആ നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുപോലെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്കും ഈ പാഠങ്ങളൊക്കെ അറിയണം. അവരും ഇതനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ അവർ ദൈവഭക്തരായി മാറട്ടെ. അങ്ങനെ വരുമ്പോൾ ഐഹിക ലോക ജീവിതവും പാരിത്രിക ലോക ജീവിതവും നമുക്ക് സമാധാനത്തോടെയും ശാന്തിയോടെയും മുന്നോട്ട് പോകാൻ കഴിയും. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള പറഞ്ഞു, മോറോവർ അല്ലാഹ് വാണ്ടഡ് ടു ഹാവ് ഹിസ് സക്കരിയാസ് താങ്ക്സ് ഇൻ ദ ഫോം ഓഫ് ദിക്റുല്ലാ. അല്ലാഹു തആല ആഗ്രഹിച്ച മറ്റൊരു കാര്യം
സക്കരിയ നബി അലൈഹിസ്സലാം നന്ദി രേഖപ്പെടുത്തണം. എങ്ങനെ? ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. ഞാൻ ഈ നൽകുന്ന ഈ ദൃഷ്ടാന്തം ഈ വന്ധ്യവയോധികനായ ആ വൃദ്ധനും ആ വൃദ്ധയ്ക്കും അവൻ്റെ സൃഷ്ടികളായ അവർക്ക് നൽകുന്ന ഈ അനുഗ്രഹം കൊണ്ട് അവർ എന്നെ കൂടുതലായി സ്മരിക്കണം. അതിനുള്ള ഒരു അവസരമാണ് 3 ദിവസം അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തത്. റിമെമ്പറൻസ് ഓഫ് അല്ലാ ഇൻ ദ ഫോം ഓഫ് ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് മാത്രം കഴിയുക. വെയർ ബൈ ഹി വാസ് ടു ഡിവോട്ട് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി ടു അല്ലാ. അങ്ങനെ വരുമ്പോൾ ആരുമായിട്ട് സംസാരിക്കാനൊന്നും ഒക്കാത്ത അവസ്ഥ. അപ്പോൾ അള്ളാഹുവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് ആ 3 ദിവസം അദ്ദേഹത്തിന് രാവും പകലും കഴിയാൻ നോക്കും. ദിസ് സ്പെഷ്യൽ സൈൻ ഇൻവോൾവ്സ്, ഈ പ്രത്യേകമായ അടയാളം ഇൻവോൾവ്സ്, അന്തർഭവിച്ചിരിക്കുന്നത് ആൾസോ ദാറ്റ് ഹി കീപ്സ് റിമെമ്പറൻസ് ഓഫ് അല്ലാ, അള്ളാഹുവിനെ അദ്ദേഹം സ്മരിച്ചു കൊണ്ടിരിക്കാനും ആൻഡ് ഗ്ലോറിഫൈ ഹിം, അവൻ്റെ മഹത്വത്തെ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യുവാനും, സോ ദാറ്റ് ദ പ്രോമിസ് മേ ബി അക്കംപ്ലിഷ്ഡ്. അങ്ങനെ അള്ളാഹു താല വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം പൂർത്തീകരിക്കുകയും ഇൻ ഗ്രേറ്റ് ഫുൾഫിൽമെൻറ്റ്സ്, ഡിവൈൻ ഫുൾഫിൽമെൻറ്റ്സ്, മഹത്തായ ദൈവീകമായ ആ വരവേൽപ്പോടുകൂടി അത് പൂർത്തിയാകുന്നതിന് ദൈവസ്മരണയിലും ദൈവീകതയിലൂടെയും ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഉത്തമ ബോധ്യം വരുന്നതിന് പര്യാപ്തമായ ഒരവസ്ഥാവിശേഷം അള്ളാഹു സൃഷ്ടിക്കുകയായിരുന്നു. നമുക്കും നമ്മുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്കും 2-3 ദിവസങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുതലായിട്ട് ദിക്റുള്ളാഹിക്ക്, അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുവാനും അവൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും അവരിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ച് വാങ്ങിക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് മനുഷ്യ ജീവിതത്തിൽ കണ്ടെത്തേണ്ടതാണ്. അതിനൊക്കെ വേണ്ടിയാണ് സത്യത്തിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസം ദൈവസ്മരണയിൽ കഴിയുന്നതിനായിട്ട് പള്ളിയിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കുക എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ വലിയ പെരുന്നാളൊക്കെ ആഘോഷിച്ചു, അൽഹംദുലില്ലാ, വളരെ നല്ല നിലയിലാണ് നമ്മൾ അത് ആഘോഷിക്കുവാനും പിരിയുവാനും കുർബാന അർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ പരിശുദ്ധ റമളാൻ മാസം തന്നെയാണ്. അതിലെ അവസാനത്തെ 10 എഴുത്തിക്കാഫ് സമയത്ത് 10 ദിവസം ഡെഡിക്കേറ്റായിട്ട് നമുക്ക് നൂറുൽ ഇസ്ലാം മസ്ജിദിൽ ഇരിക്കത്തക്കവണ്ണം എല്ലാ സഹോദരങ്ങളും ഇപ്പോൾ മുതൽ തന്നെ അതിൻ്റെ കരുക്കൂട്ടൽ നടത്തി അങ്ങനെ അള്ളാഹുവുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ച് സക്കരിയ നബിയോട് ഉപദേശിച്ചതുപോലെ നമുക്ക് ഏറ്റവും സമുന്നതമായ സ്ഥാനത്തേക്കും അള്ളാഹുവിൻ്റെ മഹത്വത്തിലും അവൻ്റെ ദൃഷ്ടാന്തത്തിലും പൂർണ്ണ ബോധ്യം വരുന്നതിന് വേണ്ടിയും നമുക്ക് പ്രവർത്തിക്കുവാൻ ഇപ്പോൾ തന്നെ അള്ളാഹുവെ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകി അടുത്ത റമളാനിൽ പ്രവേശിപ്പിച്ച് എഴുത്തിക്കാഫിൽ പങ്കെടുക്കുവാനുള്ള തൗഫീക്ക് നൽകണേ. അതിനുശേഷം പെരുന്നാൾ നമസ്കാരത്തിലും പങ്കെടുക്കുവാൻ മഹത്വപ്പെടുത്തിയ ആ ദിനങ്ങൾ ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു എന്ന നീയത്തോടുകൂടി നിങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ പരിശ്രമിക്കുവാൻ കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ നൽകുന്ന ഈ വെറും വചനങ്ങളിലുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾക്കകത്ത് കിടക്കുന്ന ഈ ആന്തരികമായ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഇഹലോക ജീവിതവും പരലോക ജീവിതവും അർത്ഥപൂർണവും ധന്യവുമാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുവാനുള്ള ഏതൊരു ശ്രമവും തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലദായകമാണ്. അതുമാത്രമാണ് നമുക്ക് ഏറ്റവും വലിയ കരണീയമായിട്ടുള്ളതും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു തആല എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. കലുഷിതമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങും അശാന്തി പടർന്നു നിൽക്കുകയാണ്. ഖലീഫത്തുള്ള അയച്ചു തന്ന 2-3 മെസ്സേജുകളിൽ പാകിസ്ഥാനിലൊക്കെ ഈ ഈദ് ദിനത്തിൽ അവർക്ക് നമസ്കരിക്കാൻ അനുവദിക്കാതെ ഉൽഹിയ നിർവഹിച്ചതിന് ആ മാംസം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് എത്ര നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ അരങ്ങേറുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്രകാരമുള്ള ക്രൂരപ്രവർത്തനങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവുമായി കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി കൂടുതൽ അത്യാഗ്രഹത്തോടെ ഉത്സാഹത്തോടെ നമ്മൾ അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുവാൻ, അതല്ലാതെ മറ്റൊരു രക്ഷാമാർഗവുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
ഈ സമയത്തൊക്കെ ഈ കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുവാനും തയ്യാറാകാതെ അലസരായി നിദ്രയിൽ കിടക്കുന്നവർ പ്രത്യേകമായിട്ട് ഇത് ഓർക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നേരിട്ട് കേൾക്കാൻ കഴിയാത്തവർ അത് കൂടി കേൾക്കുക. ഹസ്രത്ത് ഖലീഫത്തുള്ള അതുപോലെ മൗറീഷ്യസിലും വളരെ വലിയ പ്രശ്നങ്ങളാണ്. അവിടുത്തെ മുല്ലാമാർ ഈ എഴുതു ദിനത്തിൽ അവിടുത്തെ ജനങ്ങളോടും ലോകത്തോടും പറഞ്ഞത് അഹമ്മദിയ ജമാഅത്തിലും ജമാഅത്തു സഹീൽ ഇസ്ലാമിലുമുള്ള ആളുകളെ മക്കയിലൊന്നും പ്രവേശിപ്പിക്കരുത് എന്ന്. അപ്പം അതോടുകൂടി അള്ളാഹ് അയച്ച ആളുകളുടെ പ്രവേശനം മക്ക മദീനയിൽ തടയപ്പെടുന്നതോടുകൂടി ലോകം കൂടുതൽ അശാന്തിയിലേക്ക് പോകുമെന്നല്ലാതെ ഇവരാരും രക്ഷാമാർഗത്തിലേക്ക് എത്തുകയില്ല. ഖലീഫത്തുള്ള വളരെ വേദനയോടുകൂടിയാണ് ഈ കാര്യം അനുസ്മരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാ പീഡിതരേക്കും സമാധാനവും ശാന്തിയും നൽകട്ടെ. എല്ലാ മർദ്ദിതരെയും അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ ശിക്ഷാവലയത്തിലാക്കി മാനവകുലത്തെ സംരക്ഷിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി